നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഭാഷകൻ 34:16 കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ വീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല, അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സെഗിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ ഭട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, ഈ പ്രഭാഷണം 34:16 ഇപ്പോൾ വായിച്ച വചനം വായിച്ചപ്പോൾ തന്നെ എൻ്റെ ചങ്കിലോട്ട് തറഞ്ഞു കയറിയൊരു വചനമാണ്. എത്രയോ സുന്ദരമാണ് വചനം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ വീരത്വം പ്രകടിപ്പിക്കുകയില്ല, അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, എവിടെ ഒരു ജലദോഷം കൂടെ അങ്ങ് സൈഡിൽ കൂടെ പോയിട്ടേ ഉള്ളൂ, അപ്പം തന്നെ ആകെ ധൈര്യം എല്ലാം ചോർന്ന് അയ്യോ ഇപ്പം മരിക്കേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുഞ്ഞ് പടക്കം പറ്റിയിട്ടുണ്ടാവുള്ളൂ, അപ്പം തന്നെ ഒരു പ്രത്യേക തരത്തിൽ ഭീരുത്വം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാത്തതാണ് അതിന് കാരണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ വചനം ഭയങ്കര ഇഷ്ടമായി സഹോദരങ്ങളെ. അവർക്ക് പറയാം ഹല്ലേലൂയ, അവർക്ക് പറയാം ഹല്ലേലൂയ. ഞാൻ അവർക്കാണ് ഒരു ചേട്ടൻ്റെ സാക്ഷ്യം ഈ വചനം നല്ല ബന്ധപ്പെട്ട് പോകണം. ആ ചേട്ടനോട് ഡോക്ടർമാർ പലവിധ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞ് ചേട്ടന് കർത്താവിൽ പ്രത്യാശ. ചേട്ടൻ വെള്ളിയാഴ്ചകളെ തുടരെ വന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ച് എൻ്റെ ഒരു ഭീരത്വം ഇല്ല, ധൈര്യത്തോടെ കർത്താവ് ആ ചേട്ടൻ അതിനെല്ലാം അഭിമുഖീകരിച്ചു. ആ സാക്ഷി ഒന്ന് കേൾക്കാം. എൻ്റെ പേര് ഔസേപ്പ്, എൻ്റെ വീട് കിഴക്കമ്പലമാണ്. കിഴക്കമ്പലം. ഞാൻ വന്നിരിക്കുന്ന എൻ്റെ മക്കളെ കുറിച്ചുള്ള സാക്ഷ്യം പറയാനാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷം എൻ്റെ ഭാര്യ തളർന്നു പോവുകയും പിന്നെ ഒരു 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒന്ന് റെഡിയായി വന്നത്. അത് കഴിഞ്ഞ് ഒരു 5 വർഷത്തോളം കാത്തിരുന്നിട്ട് കുഞ്ഞുങ്ങളുണ്ടായില്ല. അപ്പോൾ ഡോക്ടറെ സമീപിച്ചപ്പോൾ പറഞ്ഞു, ഇനിയൊരു കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഭാര്യ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകും, അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഇനി ഓർക്കണ്ട എന്ന് പറഞ്ഞു. ഈ ഒരു കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾക്ക് ദൈവം അനുവദിച്ചിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ താമസിച്ച് ധ്യാനത്തിന് വന്നു ഒരാഴ്ച. അപ്പോൾ ബിനോയച്ചനോട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബിനോയച്ചൻ ചേട്ടന് ഇഷ്ടം പോലെ മക്കളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് കണ്ണു അടച്ച് പറഞ്ഞു, അതിനുശേഷം സന്താന സമൃദ്ധി മക്കളുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ 3ാമത്തെ മാസാദ്യ വെള്ളിയാഴ്ച ഇവിടെ വരുമ്പോൾ എനിക്ക് വൈഫ് വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര പ്രശ്നമാവും, നിങ്ങൾ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ പിന്നെ 8 മാസവും ഇവിടെ വന്ന് മാസാദ്യ വെച്ച് വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നു. ഒരു കുഴപ്പം, ആദ്യത്തെയൊക്കെ നല്ല സുഖം എന്ന് പറഞ്ഞൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പം നോക്കി ഒരു കുഴപ്പമില്ലാതെ വീണ്ടും കർത്താവ് നോർമൽ പ്രസവം, സുഖപ്രസവം അല്ലേ. വീണ്ടും കർത്താവ് 2 മക്കളെ കൊടുത്തു തന്ന് ഞങ്ങൾക്ക് 4 മക്കളെ തന്ന് അനുഗ്രഹിച്ചു. മക്കളെ കൊടുത്ത് ഇനിയുണ്ട് കുറേ മക്കൾ വരാൻ, അതുങ്ങൾ വരട്ടെ അല്ലേ മോനെ, ഇഷ്ടംപോലെ മക്കൾ വരട്ടെ. ദൈവം ധാരാളം മക്കളെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓരോ മക്കളും ജനിക്കണ അനുസരിച്ച് കുടുംബത്തിൽ സമൃദ്ധി അനുഗ്രഹം ഉണ്ടാവും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. പേടിക്കണ്ട, ഓരോ കുട്ടികളും ഓരോ വഴികൾ തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ വീരത്വം പ്രകടിപ്പിക്കുകയില്ല, കാരണം അവന്റെ പ്രത്യാശ കർത്താവിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നീ അധീരനാകരുത്, നീ ധീരനായിട്ട് നിൽക്കണം. നീ ഭയപ്പെടരുത്, നീ വീരത്വം പ്രകടിപ്പിക്കരുത്. എന്തെങ്കിലും കുഞ്ഞു കാര്യം അയ്യോ 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 എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞ് അങ്ങനെ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
നമുക്ക് എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈ വചനം തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ വചനത്തിന്റെ അഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, ഭീരുത്വത്തിന്റെ ആത്മാവ് ഞങ്ങൾ വിട്ടുപോകുവാണ്. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല 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 ഹല. ഓ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ഡെലിവറൻസ് സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവ്, ഭയത്തിന്റെ ആത്മാവ് യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോട്ടെ. ഓ കർത്താവായ ദൈവമേ, ധൈര്യത്തിന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഓരോ ദാസിദാസന്മാരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ കർത്താവെ, നിരാശയുടെ അരിവ് വിട്ടുപോട്ടെ. പ്രത്യാശയുടെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവ്. ഉത്കണ്ഠ വിട്ടുമാറട്ടെ. കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവ്. ആരാധന 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 കർത്താവെ, ആരാധന ആരാധന ആരാധന. ഓ കർത്താവെ, വചന ശ്രവിക്കാൻ തക്ക ദാസിദാസന്മാരുടെ എല്ലാ ഹൃദയങ്ങളും യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ. ആരാധന ആരാധന യേശുവേ, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവം നിന്നെ മാറ്റി നിർത്തുന്നത് എന്തിന്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ അനുഭവം ഏത് ജീവനാദേശപ്പെട്ടവരാണെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഓരോ അവസ്ഥകളോടെ കടന്നു പോകും. ചിലപ്പോൾ നിന്റെ കൂടെ പഠിച്ച 80 പേര് പഠിച്ചു, 78 പേർക്കും ക്യാമ്പസ് സെലക്ഷൻ, നിനക്ക് മാത്രം സെലക്ഷനില്ലാതെ ചിലപ്പോൾ മാറ്റി നിർത്തും. ബാക്കി നിന്നെ കൂടെ പഠിച്ച ലൂക്കിലി അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, അവർക്ക് എല്ലാവർക്കും എല്ലാ സ്ഥലത്തിനും ജോലി കിട്ടി, എല്ലാം പുറത്തേക്ക് പോയി. നീ ബെസ്റ്റായിട്ട് പഠിച്ച്, പക്ഷെ നിനക്ക് മാത്രം പുറത്തേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും കാര്യം നിനക്ക് ഉറപ്പെന്ന് പറഞ്ഞ് സമയമായപ്പോൾ നിന്നെ മാത്രം എടുത്തിട്ടില്ല. ഒരു പക്ഷേ നിന്നോട് ചില വ്യക്തികൾ സംസാരിക്കുമ്പോൾ, ഒരു ഗ്രൂപ്പ് സംസാരിക്കുമ്പോൾ ബാക്കി എല്ലാവരും മൈൻഡ് ചെയ്യും, നിന്നെ മാത്രം മൈൻഡ് ചെയ്യില്ല. ചിലപ്പോൾ നീ ഒരു കാര്യത്തിന് നന്നായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയമായിരിക്കും, തക്ക സമയം ഒരു രോഗം വന്ന് അതിന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി ആ സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് നിന്നെ അയക്കും. ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു വിളി നമുക്കുണ്ട്. എന്തുകൊണ്ട് ദൈവം മാറ്റി നിർത്തുന്നു? ആരാണ് മാറ്റി നിർത്തുന്നത്? മനുഷ്യനാണ് മാറ്റി നിർത്തുന്നത്, അതോ ദൈവമാണ് മാറ്റി നിർത്തുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു വചനം, കർത്താവിൻ്റെ ദാസനാണ് എനിക്ക് ആ വചനം കാണിച്ചു തന്നത്. അത് 1 സാമുവേൽ 29 അധ്യായത്തിലാണ്. 1 സാമുവേൽ 29 ബൈബിൾ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ചു. 1 സാമുവേൽ 29 അധ്യായത്തിൽ കാണുന്നത് എങ്ങനെയാണ്? 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം, അത് കുറച്ച് സമയം വായിക്കേണ്ടി വരും. ഫിലിസ്തീയ സേന അഫേക്കിൽ ഒരുമിച്ച് കൂടി ഇസ്രായേലിയർ ജസ്രയേലിലുള്ള നീർച്ചാലിനടുത്ത പാളയമടിച്ചു. ഫിലിസ്തീയ പ്രഭുക്കന്മാർ 100,000 1000 മുന്നോട്ട് നീങ്ങി. ദാവീദും അനുയായികളും അക്കീഷിനോടൊത്ത് പിൻനിരയിലായിരുന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഫിലിസ്തീയ പ്രഭുക്കന്മാർ മുഴുവൻ ഒന്ന് ചേർന്നുകൊണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയുള്ള ഒരു ജനനേതാവ് എന്ന് പറഞ്ഞ അക്കീഷിൻ്റെ കൂടെ നമ്മുടെ ദാവീദ്, അതിൻ്റെ പശ്ചാത്തലമുണ്ട്. സാവൂള് ദാവീദിനെ കൊല്ലാൻ ഓടിക്കുന്ന അങ്ങനത്തെ പല പ്രശ്നങ്ങളും ദാവീദ് അഭയം പ്രാപിച്ച് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ നാളുകളായിട്ട് ഇപ്പോൾ അക്കീഷിൻ്റെ കൂടെ ഇങ്ങനെ ദാവീദ് കൂടുതൽ അനുചരന്മാരൊക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലിസ്തീയ സേനാധിപന്മാർ ഈ അക്കീഷിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് അടുത്ത വാക്യം.
ഈ ഹെബ്രായൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ ഹെബ്രായൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ദാവീദിനെ ഉദ്ദേശിക്കുന്നത്. ഈ ദാവീദിന് എന്താ കാര്യം? എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം ചോദിക്കുന്നത് പോലെ നിനക്കെന്താ അവിടെ കാര്യം എന്ന രീതിയിൽ ആ സേനാധിപൻ പെരുമാറുകയാണ്. ഓൻ അക്കീഷ് അവരോട് പറഞ്ഞു, ഇത് ദാവീദല്ലേ, ഇസ്രായേൽ രാജാവായ സാവൂളിന്റെ ഭൃത്യൻ. ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടിയായിട്ട്. എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്ന് വരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അക്കീഷിനോട് അപ്പൊ ദാവീദിനെ ഇപ്പൊ ഇവിടെ കൂടെ കൊണ്ടുവന്ന് ഇവർക്ക് ഇഷ്ടമില്ല. ഇതാണ് ഇവനത്തെ പ്രശ്നം. അപ്പൊ ഇവനെന്തിനാ നമ്മുടെ കൂടെ പറയണത്? ചിലപ്പോൾ പറയുമ്പോൾ ഇതേ ചോദ്യം തന്നെ നമുക്ക് പല സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടോ, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർ മാറ്റി നിർത്തിയിട്ട് പറയും. കൃത്യം നമുക്കറിയാം നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന രീതി പെരുമാറുകയാണ്. ഇവനെന്തിനാ നമ്മുടെ കൂടെ പറഞ്ഞത്? അതാക്കിയിട്ട് നിങ്ങൾ എന്താ പറയണേ? അവന് വെച്ചോ എത്ര വർഷങ്ങളായി നമ്മളെ അഭയം പ്രാപിച്ച കാലഘട്ടം മുതൽ ഇന്ന് വരെ കൃത്യം എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടെയുള്ള ബാക്കിയുള്ളവരെക്കാൾ ഡീസൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവനൊരു കുറ്റവും ഞങ്ങൾ നമ്മൾ ബെസ്റ്റ് നമ്മൾ നിൽക്കട്ടെ. 1.5 വർഷമായിട്ട് ഇത്തരം നാളുകളായിട്ട് കൂടെയുള്ള ആളല്ലേ, അവൻ ഡിഫെൻഡ് ചെയ്തു. അപ്പോൾ നോക്ക്, ദാവീദിൽ അക്കീഷ് ഒരു കുറ്റം ഇതുവരെ കണ്ടിട്ടില്ല. ഉടനെ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഫിലിസ്ത്യ സേനാധിപന്മാർ അവനോട് കോപത്തോടെ പറഞ്ഞു, അവനെ തിരിച്ചയക്കുക, അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ. യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് വരേണ്ട. നമ്മുടെ ആളുകളുടെ തല കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തന്റെ യജമാനെ പ്രസാദിപ്പിക്കുക? ഇവനെ പറ്റിയല്ലേ അവർ ആടിപ്പാടുന്നത്, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. അപ്പൊ അതിന് പുറകിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സന്യാസത്തിന്റെ പുറകിൽ തന്നെ പലവിധ കാര്യങ്ങൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അസൂയായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. പ്രൈസ് ദി ലോർഡ്. ഏതായാലും അക്കീഷ് വീണ്ടും ഡിഫെൻഡ് ചെയ്തു. അക്കീഷ് വീണ്ടും പറയാണ്, തീർച്ചയായിട്ടും നീ സത്യസന്ധനാണ്. പാളയത്തിൽ എന്നോട് കൂടെയുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു. നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല. അത്രയും മനസ്സിന്, അത്രയും ഹൃദയത്തിന് ഇണങ്ങിയ ആളാണ് ദാവീദ്. അക്കീഷിന് അത്രയ്ക്ക് വിശ്വാസമാണ്, അത്ര ക്ലിയറാണ്, കറ തീർന്ന സ്വഭാവം എന്നൊക്കെ പറയുന്ന പോലെയാണ്. എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല. ആകയാൽ നീ ഇപ്പോൾ മടങ്ങിപ്പോവുക. ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പോയിക്കൊള്ളുക. അപ്പൊ പറയുന്നത് അക്കീഷ് ശരിക്കും തിരിച്ചു വിടാൻ ആഗ്രഹമില്ലെങ്കിലും ചില നിർബന്ധത്താൽ വഴങ്ങി, ചില പ്രേരണകളാൽ വഴങ്ങി, അങ്ങനെ അവനെ നിർബന്ധപൂർവം തിരിച്ചയക്കുകയാണ്. 8-ാമത്തെ വാക്യം, ദാവീദ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? എന്റെ യജമാനനായ രാജാവിന്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ ഞാൻ എന്ത് തെറ്റാണ് അങ്ങയിൽ കണ്ടത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പലവിധ അവസ്ഥകൾ പറയുമ്പോൾ ഇതേ ചോദ്യം പല പ്രാവശ്യം നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ മാറ്റി നിർത്തുന്നത്? നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? പലവിധ സാഹചര്യങ്ങൾ, പലവിധ ഗ്രൂപ്പുകളിൽ, പലവിധ സമ്മേളനങ്ങളിൽ, പലവിധ മീറ്റിങ്ങുകളിൽ, പലവിധ കമ്മ്യൂണിറ്റികളിൽ, പലവിധ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ ഇതേ ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടില്ലേ? ആത്മാർത്ഥമായിട്ട് ചത്ത് പണിയെടുത്ത്, രാത്രി ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ശരീരം നോക്കിയില്ല, ആരോഗ്യം നോക്കിയില്ല, ഉറക്കം നോക്കിയില്ല, കുടുംബത്തിലാരും നോക്കിയില്ല, ചത്ത് പണിയെടുത്ത്, എന്നിട്ട് മാറ്റി നിർത്തി. ഉടനെ അക്കീഷ് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ ദൈവദൂതനെ പോലെയാണ്. ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ദാവീദ് പറഞ്ഞിട്ടില്ല, ഒരു കുറ്റവും കാണുന്നില്ല, വിശ്വസ്തനാണ്, ദൈവദൂതനെ പോലെയാണെന്നാണ് പറയുന്നത്. വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ്, എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോകണ്ട എന്നാണ് ഫിലിസ്ത്യ സേനാധിപന്മാർ പറയുന്നത്. ആകയാൽ നീ അനുചരന്മാരോടൊത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പോയിക്കൊള്ളുക. അതുകൊണ്ട് ഒരു കരുണയില്ല, അതിരാവിലെ നേരെ വെളുക്കുമ്പോൾ തന്നെ, വെട്ടം വീഴുമ്പോൾ തന്നെ ചൂട്ട് കത്തിച്ച് വേഗം പോകണമെന്ന് പറയുകയാണ് സഹോദരങ്ങളെ. അതനുസരിച്ച് ദാവീദ് അനുചരന്മാരൊത്ത് ഫിലിസ്ത്യ ദേശത്തേക്ക് മടങ്ങി. ഫിലിസ്ത്യരാകട്ടെ ജസ്രയേലിലേക്കും പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ 29-ാമത്തെ അധ്യായത്തിനോട് തുടർന്ന് വരുന്ന ബാക്കിയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ദാവീദിനെ അവിടെ കർത്താവ് മാറ്റി നിർത്താൻ അനുവദിച്ചത്? തുടർന്നുള്ള രംഗത്തെ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് രംഗത്ത് കാണുന്ന ദാവീദ് ഒരു പ്രത്യേക ട്രാക്കിലൂടെ പെട്ടെന്ന് മൂവ് ചെയ്ത് ഇസ്രായേലിന്റെ മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന ചില രംഗങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്നുള്ള അധ്യായങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് ആ സമയത്ത് അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ദാവീദിനെ കുറിച്ചുള്ള ചില പദ്ധതികൾ പൂർത്തിയാവില്ല. അതുകൊണ്ടാണ് ദാവീദിനെ പ്രിയപ്പെട്ട സഹോദരൻ എത്ര കൊണ്ടുപോകാൻ സാധിച്ചിട്ടും കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ദൈവം തടഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടി, എനിക്ക് വളരെ പരിചയമുള്ള അച്ഛൻ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് വേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. അത് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണ്. അതിന് കൂടി പഠിക്കുന്ന എല്ലാവർക്കും ക്യാമ്പ്, എല്ലാ സെലക്ഷനായും, എല്ലാ ദുബായ്, പലവിധ രാജ്യങ്ങളിൽ, സൗദി, എല്ലാ രാജ്യങ്ങളിലും ഇതിന് മാത്രം പ്രാർത്ഥിച്ചു കിട്ടില്ല. ഇതിന് ഒരുപാട് പ്രാർത്ഥന നടത്തി, ഒരുപാട് അച്ഛന്മാർ പ്രാർത്ഥിച്ച്, ഒരുപാട് ധ്യാനം കൂടി. ഇതിനാണ് സങ്കടവും കരച്ചിലും. അവസാനം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ മാത്രം അങ്ങനെ മാറ്റി നിർത്തുന്നത്? അവൾ കർത്താവ് ശക്തമായിട്ട് വെളിപ്പെടുത്തി നൽകി. ആ കുട്ടിയെ അവിടെ ആ സാഹചര്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുള്ളത് കൊണ്ടും ആ കുട്ടിക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കാര്യം ഞാൻ കരുതി വെച്ചിരിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ അവിടെ ഇപ്പോൾ തടഞ്ഞു വരുത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ അതിരറ്റ കരുണയുടെ ദൈവത്തിന്റെ നിന്നെ ഉയർത്താനുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെ ഫലമാണ് ഈ മാറ്റി നിർത്തല്. ദൈവത്തിന്റെ അതിരറ്റ കരുണയുടെയും ദൈവത്തിന്റെ നിന്നെ ഉയർത്താൻ അദമ്യമായ ആഗ്രഹത്തിന്റെയും പരിണിത ഫലമാണ് മാറ്റി നിർത്തുന്നത് തിരിച്ചറിയണം. ഇതിനകത്തൊക്കെ പുറകിൽ ദൈവത്തിന്റെ ചില പ്രവർത്തനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ തിരുലിഖിതം, അവിടെ വചനം വ്യക്തമായിട്ടൊരു ഉത്തരം തരുന്നുണ്ട്. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്ത് ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് കഴിയുമ്പോൾ സ്ത്രീകന്മാർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, നിങ്ങൾ ബാർന്നബാസിനെ സാവൂൾ എങ്ങനെ കൂടെ കൊണ്ടുപോകാൻ നോക്കണ്ട, അവരെ എന്റെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്താൻ തീരുമാനിച്ചാണ്, നിങ്ങൾ അങ്ങനെ മാറ്റി നിർത്തണം. ഇനി ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഇപ്പോ സാവൂളിനെ ബാർന്നബാസിനെ മാറ്റി നിർത്തുകയാണ്. അപ്പൊ സാവൂളിനെ ബാർന്നബാസിനെ മാറ്റി നിർത്തി. ഇപ്പൊ നമുക്കിത് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, മനസ്സിലായി സംഗതി ദൈവം അപ്പോസ്തലന്മാരെ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയതാണെന്ന്. അങ്ങനെ മനസ്സിലാകാതെ മാറ്റി നിർത്തപ്പെടുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ വേദന ചിന്തിച്ച സഹോദരങ്ങളെ, അല്ലേ? ഇപ്പൊ ബാർന്നബാസിനെ സാവൂളിനെ അറിയാം, ഞങ്ങളെ ഇന്ന കാര്യത്തിന് വേണ്ടി വിടാതെ ഇന്ന കാര്യത്തിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നത് ദൈവം പറഞ്ഞിട്ടാണെന്ന് അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് അറിയാതിരിക്കുമ്പോൾ മനസ്സിന്റെ വേദന ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ തക്കവതിന്റെ ഉൾക്കാഴ്ച തെളിയേണ്ടത്, ഇതിന്റെ ഉൾക്കണ്ണുകൾ തെളിയേണ്ടത്. എനിക്ക് ഇതിനെക്കുറിച്ച് ഫൗസ്തീനയുടെ ഡയറി വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത് സ്പർശിച്ചു. അത് ഫൗസ്തീനയുടെ ഡയറിയിൽ, നിങ്ങൾ ഫൗസ്തീനയുടെ ഡയറി വായിക്കുന്നത് വളരെ നല്ലതാണ്. ഫൗസ്തീനയുടെ ഡയറിയിൽ 149-ാമത്തെ നമ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളിത് വായിച്ചു കേൾപ്പിക്കാം. കർത്താവ് ഒരാത്മാവിൻ്റെ അടുത്തായിരിക്കാനും അതിനെ നയിക്കാനും ആഗ്രഹിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ളതെല്ലാം അവിടുന്ന് മാറ്റിക്കളയും. എനിക്ക് രോഗം പിടിപെടുകയും ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തപ്പോൾ ഇതുമൂലം വളരെ സഹിക്കേണ്ടി വന്നു. ഞങ്ങൾ 2 പേർ രോഗികളായി ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. മറ്റ് സിസ്റ്റേഴ്സിനെ സന്ദർശിക്കാൻ വന്നിരുന്നു, എന്നാൽ ആരും ഞങ്ങളെ സന്ദർശിക്കാൻ വന്നില്ല. രോഗികൾക്കായുള്ള ഒരു വലിയ മുറിയിലായിരുന്നു ഞങ്ങളെങ്കിലും ഓരോരുത്തർക്കും വേർതിരിക്കപ്പെട്ട ചെറിയ മുറി അതിലുണ്ടായിരുന്നു. മഞ്ഞുകാലത്തെ രാത്രികൾ ദൈർഘ്യമുള്ളതായിരുന്നു. സിസ്റ്റേഴ്സിന് ബാക്കി എല്ലാവർക്കും ലൈറ്റും റേഡിയോ ഹെഡ്ഫോണും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കാകട്ടെ വെളിച്ചക്കുറവ് മൂലം ധ്യാനത്തിന് ഒരുങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. ഇപ്രകാരം ഏകദേശം 2 ആഴ്ച കടന്നുപോയി. ഒരു ദിവസം വൈകിട്ട് എൻ്റെ സഹനത്തെ പറ്റിയും ധ്യാനത്തിന് ഒരുങ്ങാൻ പോലും വെളിച്ചം ലഭിക്കാത്തതിനെ പറ്റിയും ഞാൻ കർത്താവിനോട് പരാതിപ്പെട്ടു. എല്ലാവരെയും കാണാൻ വരും, ഫൗസ്തീനെ കാണാൻ വരില്ല. ബാക്കി എല്ലാവർക്കും ഇത് പിന്നെ ഈ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞത് വേറെ മാനസികമാക്കാൻ വേണ്ടിയിട്ടല്ല, ധ്യാനം ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുമില്ല. ബാക്കി എല്ലാവർക്കും എല്ലാം ഉണ്ട്. അപ്പൊ കർത്താവിന് മാത്രം, കർത്താവിന് പരാതിപ്പെട്ട് ദൈവമേ ഇതാണ് അവസ്ഥ. ഉടനെ കർത്താവ് ചെയ്ത കാര്യം എന്നറിയോ? എല്ലാ ദിവസവും വൈകിട്ട് വന്ന് അടുത്ത ദിവസത്തെ ധ്യാനത്തിന്റെ വിഷയങ്ങൾ കർത്താവ് പറഞ്ഞു തരാമെന്ന് ഏറ്റു.
ഈ വിഷയങ്ങളെല്ലാം അവിടുത്തെ ധാരണമായ പീഡാസഹനത്തെ സംബന്ധിക്കുന്നവയായിരുന്നു. അവിടെ പറഞ്ഞു, പീലാത്തോസിന്റെ മുമ്പിലുള്ള എൻ്റെ സഹനത്തെ പറ്റി ഓർക്കുക. അപ്രകാരം അവിടുത്തെ ധാരണമായ പീഡാസഹനത്തെ സംബന്ധിക്കുന്നവയായിരുന്നു എല്ലാം. ഒരാഴ്ച ഞാൻ ധ്യാനിച്ചു. ആ സമയം മുതൽ വലിയ ആനന്ദം അനുഭവപ്പെട്ടു. എനിക്ക് പിന്നീട് സന്ദർശകരത്തെക്കുറിച്ചോ വെളിച്ചത്തെക്കുറിച്ചോ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. കാരണം എന്താ സഹോദരങ്ങളെ, ദൈവമാണ് ഇതിന്റെ പുറകത്ത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കാണാൻ വന്നില്ലെങ്കിലും മാറ്റി നിർത്തിയില്ലെങ്കിലും സന്ദർശിച്ചില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും വിഷയമില്ല, ഒരു പരാതി ഉണ്ടായില്ല. എല്ലാത്തിനും പകരമായി ഈശോ എനിക്ക് മതിയായവനായിരുന്നു. മഠാധികാരികൾ രോഗികളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. എന്നാൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളായി തോന്നാൻ കർത്താവ് അനുവദിച്ചു. അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇവളെ ഇങ്ങനെ ഇടാൻ കർത്താവ് ആഗ്രഹിച്ചിട്ടാണ്, കർത്താവാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ ഉള്ളൊരു കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടത്തേക്ക് പ്രവർത്തിച്ച നല്ല ഗുരുവായ അവിടെ നിന്ന് എല്ലാ സൃഷ്ടികളെയും പിൻവലിച്ച് പലപ്പോഴും ഞാൻ വളരെ സഹനങ്ങളെ പീഡനങ്ങളും അനുഭവിച്ചു. മദർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നിന്റെ മാർഗത്തിൽ സഹനങ്ങൾ പെട്ടെന്ന് മുളപൊട്ടി വരുന്നു, നീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അടുത്ത സന്യാസാണ് പ്രധാനപ്പെട്ട, നന്നായിട്ട് കേട്ടോ. ഈശോയ്ക്ക് ഇതിൽ ഒരു കൈ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് ഇതിലൊരു കൈ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മദർ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സിസ്റ്ററിനോട്, കർത്താവിനൊരു വിശ്വസ്തത പുലർത്തുക. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആരാണ് ഇതിനെ പണിതെന്ന് നമ്മൾ നോക്കുക അല്ലേ? ആരാണ് ഇതിന് പുറകെ പ്രവർത്തിക്കുന്നത് ചിന്തിക്കും. ആരുടെ കൈയാണ് ഇതിനെ പുറകെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കും. എല്ലാ ഗവേഷണത്തിനകത്ത് കണ്ടുപിടിക്കാൻ നോക്കും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് അനുഭവപ്പെടുന്ന പല തരത്തിലുള്ള മാറ്റം നിർത്തപ്പെടലിലും ദൈവത്തിന്റെ കൈ ഉണ്ടെന്ന് കാണത്തക്ക കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പരാതികളില്ലാത്ത, പരിഭവമില്ലാത്ത കൃപയുടെ ഒരു ജീവിതമായിട്ട് മാറും. എന്തുകൊണ്ടാ? ദൈവത്തിന് അതിരറ്റ കരുണ കൊണ്ടും ദൈവത്തിന് നിന്നെ ഉയർത്താനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടുമാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിന്നെ മാറ്റി നിർത്തുന്നത്. ആമേൻ. അതിരട്ട കരുണയോടും അദമ്യമായ ആഗ്രഹത്തോടും കൂടെ നമ്മളെ മാറ്റി നിർത്തുന്ന കർത്താവ്, അദമ്യമായ ആഗ്രഹത്തോടെ നമ്മൾ ഉയർത്താൻ വേണ്ടി മാറ്റി നിർത്തുന്ന കർത്താവ്, അതിരട്ട കരുണ കൊണ്ട് നമ്മളെ മാറ്റി നിർത്തുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ മുൻപിൽ എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അവിടുത്തെ പ്രവർത്തനങ്ങൾ കാണാൻ തക്കവിധ ഉൾക്കണ്ണുകൾ തുറന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, കാഴ്ചയാലല്ല ഉൾക്കാഴ്ചയാലാണ് ഞങ്ങൾ നയിക്കപ്പെടേണ്ടത്. കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നയിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞ പൗലോസ്ലീഹയുടെ വചനങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് ദൈവമേ, എല്ലാത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കൈ, കർത്താവിൻ്റെ കരം കാണത്തക്ക വിധം ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉൾക്കണ്ണുകൾ കർത്താവ് തുറന്നു തരും. അനേകം ജീവിതങ്ങളിൽ കർത്താവ് ഈ സമയത്ത് ഇടപെടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങളെടുത്ത് യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓ കർത്താവായ ദൈവമേ, അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ കർത്താവ്. പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുപോട്ടെ. തടസ്സങ്ങൾ ആദ്യം മുതൽ യേശുനാമത്തിൽ വിട്ടുപോട്ടെ. കർത്താവിൻ്റെ ഇടപെടലുകൾ കാണാൻ തക്കവിധം അടഞ്ഞിരിക്കുന്ന ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. വിശ്വാസത്തിന്റെ കാഴ്ച കൊണ്ട് ഇപ്പോൾ നിറയപ്പെടട്ടെ കർത്താവ്. രോഗികളിൽ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പിശാചബാധകളിൽ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അന്ധകാരപടി യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, യേശുവേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും